ഇറാൻ അവരുടെ ആണവായുധ പരീക്ഷണം നടത്തിയിരിക്കുന്നു എന്ന ഒരു പ്രസ്താവനയാണ് റഷ്യയുടെ സുരക്ഷാ കൗൺസിൽ ഡെപ്യൂട്ടി ചെയർമാൻ മെദ്ഫീഫ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. CNN ആണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇറാൻ ഇറാൻ അവരുടെ ആണവായുധ പരീക്ഷണം നടത്തിയിരിക്കുന്നു. പക്ഷേ ആ ആണവായുധം യഥാർത്ഥത്തിൽ ഹോർമുസ് കടലിടുക്കാണ് എന്നാണ് റഷ്യയുടെ നായിബ് റഈസ് മജ്ലിസുൽ അംനി റൂസി പറഞ്ഞിരിക്കുന്നത്. ഒരു വെടിനിർത്തലിലേക്ക് കടന്നതിന് ശേഷമാണ് ഇങ്ങനെയുള്ള ഒരു പ്രസ്താവന വന്നിരിക്കുന്നത്. ഇന്ന് ഇറാൻ ഇഖ്തബറത്ത് അസ്ലഹത്തൻ നവവിയ്യ വദാലിക ഫി തഅലീഖിൻ അലാ ഇഅ്ലാൻ റഈസ് അംരീകി ഡൊണാൾഡ് ട്രംപ് അത്തവസ്സുൽ ഇലാ ഇത്തിഫാഖ് വഖഫ് ഇത്ലാഖ് നാർ മഅ തെഹ്റാൻ ലിമുദ്ദത്ത് ഉസ്ബുഅൈൻ. രണ്ടാഴ്ചത്തേക്ക് ടെഹ്റാനുമായി വെടിനിർത്തൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് ഉടനെയാണ്, അതിനോടനുബന്ധിച്ചാണ് ഇങ്ങനെയുള്ള ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ലഖദ് ഇഖ്തബറത്ത് ഇറാൻ അസ്ലിഹത്തൻ നവവിയ്യ, ആണവായുധം ഇപ്പോൾ പരീക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു ഇത്ലഖു അലാ ഹാദ സിലാഹി ഇസ്മു മദിഖ് ഹോർമുസ്. ഈ ഒരു ആയുധത്തിനാണ് ഹോർമുസ് കടലിടുക്ക് എന്ന് പറയുന്നത്. കാരണം ഇത് അത്രമാത്രം ലോകത്തിന് അനിവാര്യമായ, ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒരു ഘടകമാണ്. അവിടെയാണ് ഇറാൻ ഈ പരീക്ഷണം നടത്തിയിരിക്കുന്നത്. അതായത് ഈ ഹോർമുസ് കടലിടുക്ക് തടഞ്ഞാൽ ലോകത്താർക്കെങ്കിലും ഇറാൻ അത് തുറപ്പിക്കാൻ സാധിക്കുമോ എന്ന പ്രധാനപ്പെട്ട ഒരു സംശയം, ഒരു ചോദ്യം ഇവിടെ ഉണ്ടായിരുന്നു. ആ ചോദ്യത്തിന് ഉത്തരം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു. ആർക്കും കഴിയില്ല. അമേരിക്കയും ഇസ്രയേലും ശ്രമിച്ചാലും ഒരിക്കലും അത് തുറക്കാൻ കഴിയില്ല. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടെങ്കിലും കടലിടുക്കിലൂടെ കപ്പലുകൾ യാത്ര ചെയ്യട്ടെ എന്ന ഒരു സാഹചര്യത്തിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ എത്തിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ $2 മില്യൺ അതിന്റെ പേരിൽ ടോൾ പിരിവ് നടത്തിക്കൊണ്ടാണ് ഈ കപ്പലുകളെ ഇറാൻ കടത്തിവിടുന്നത്. ഇതറിഞ്ഞിട്ട് ഡൊണാൾഡ് ട്രംപിന് എന്ത് ചെയ്യാൻ സാധിക്കും? $2 മില്യൺ പിരിച്ചെടുത്തിട്ടാണെങ്കിലും ഈ കപ്പലുകൾ യാത്ര ചെയ്യട്ടെ എന്ന ഒരു സാഹചര്യത്തിലേക്ക് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. എന്തായിരുന്നാലും ഇത് റഷ്യ പറഞ്ഞ പോലെ വലിയൊരു ആറ്റം ബോംബ് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാനുള്ള കാരണം? ലോകത്ത് നമുക്കറിയാം നാച്ചുറൽ ഗ്യാസ്, അതുപോലെ തന്നെ എണ്ണ, ഇതിന്റെ എല്ലാം 20% ലോകത്തിലേക്ക് കടന്നു പോകുന്നത് ഈ കടലിടുക്ക് വഴിയാണ്. മാത്രമല്ല ഇവിടെ പറയുന്നു സൗദി അറേബ്യ അവരുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ, അതുപോലെ അതിന്റെ 80%, അതുപോലെ തന്നെ UAEയുടെ 90%, ഖത്തറിന്റെ 98%, അതുപോലെ തന്നെ ഇറാഖ്, ഇങ്ങനെ തുടങ്ങിയ ധാരാളം രാഷ്ട്രങ്ങളുടെ അടിസ്ഥാന കാര്യങ്ങൾ, അവരുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ വരെ കടന്നു വരുന്നത് ഈ കടലിടുക്ക് വഴിയാണ്. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലോകത്താർക്കും അതിനെ അവജ്ഞയോടെ തള്ളാൻ കഴിയാത്ത അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനാണ് ഇറാൻ കൈവച്ചിരിക്കുന്നത്. മാത്രമല്ല ലോകത്തെ വൻ ശക്തിക്ക് പോലും അത് തുറപ്പിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യവും നിലനിൽക്കുകയാണ്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ അമേരിക്ക പരാജയപ്പെടുന്നത്. ഇവിടെയാണ് ഇറാന്റെ ഏറ്റവും വലിയ ആണവായുധം എന്ന് പറയാവുന്ന ഹോർമുസ് കടലിടുക്കിന്റെ പ്രാധാന്യം മനസ്സിലാവുന്നത്. ഏത് വമ്പന്മാരും ഇറാന്റെ മുന്നിൽ മുട്ടുമടക്കേണ്ടി വരുന്നത് ഈ കടലിടുക്ക് തന്നെയാണ്. അവിടെ ഏത് ശത്രുവിനെ നേരിടാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇറാൻ സജ്ജീകരിച്ചു എന്നത് തന്നെയാണ് ഇറാനെ അവിടെ ഇത്രയും വലിയ മേധാവിത്വമുള്ള ഒരു രാഷ്ട്രമാക്കി മാറ്റിയിരിക്കുന്നത്.